നാടും നഗരവും ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്മസ് കഴിഞ്ഞാലും പുതുവത്സരാഘോഷം വരെ കേക്ക് വിപണി സജീവമാണ്. രുചിയിൽ മാത്രമല്ല, നിറത്തിലും ആകൃതിയിലും വൈവിധ്യവുമായി ബേക്കറികളിൽ കേക്കുകൾ തന്നെയാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ക്രിസ്മസിന് പതിവ് പോലെ പ്ലം കേക്കുകളാണ് താരമെങ്കിലും ഇത്തവണ വ്യത്യസ്ത തരം കേക്കുകളാണ് നടുവത്ത് ഓട്ട് കമ്പനിക്ക് സമീപമുള്ള ഇന്ത്യൻ ബേക്കറിയുടെ നിർമ്മാണ യൂണിറ്റിൽ തയ്യാറാക്കിയിട്ടുള്ളത്. കേക്കില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം? നിർമ്മാണത്തിന് തൊട്ടു മുൻപായി നടക്കുന്ന കേക്ക് മിക്സിംഗ് ഒരു ആഘോഷം തന്നെയാണ്. പ്ലം കേക്കിന് ആവശ്യമായ ഗീ, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ധാന്യങ്ങൾ, തേൻ ഇവയെല്ലാം ചേർത്തിളക്കി തയ്യാറാക്കുന്ന രീതിയെ മിക്സ് അപ്പ് സെറിമണി എന്നാണ് പറയുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്ത്യൻ ബേക്കറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ വ്യത്യസ്ത തരം കേക്കുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ 8ഓളം കേക്കുകളാണ് ഇന്ത്യൻ ബേക്കറിയുടെ നിർമ്മാണ യൂണിറ്റിൽ ഒരുക്കുന്നതെന്നും മായങ്ങൾ ചേർക്കാതെ ഏറ്റവും നല്ല ചേരുവകൾ ഉപയോഗിച്ച് കൂട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് കേക്ക് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുന്നതെന്നും ഇന്ത്യൻ ബേക്കറി മാനേജിംഗ് ഡയറക്ടർ കെ രാജേഷ് പറഞ്ഞു. ഇന്ത്യൻ ബേക്സിന്റെ കേക്ക് നിർമ്മാണത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സ് നടന്നിരിക്കുന്നത്. നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ കേക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കേക്ക് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കേക്ക് നിർമ്മാണം എന്ന് പറയുന്നത് ക്രിസ്മസിന്റെ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ കേക്ക് നിർമ്മാണം ചെയ്യാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള മായങ്ങളൊന്നും ചേർക്കാത്തതിനെ കൊണ്ട് നമ്മളെ കേക്കിന് കൂടുതൽ സമയങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മളെ ലാസ്റ്റ് സമയം വെച്ച് മാത്രമാണ് ഞങ്ങൾ ഈ കേക്ക് നിർമ്മാണം ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ഇന്ത്യൻ ബേക്സിൻ്റെ നമ്മൾ ഏകദേശം 8ഓളം ഐറ്റം കേക്കുകൾ ഇപ്രാവശ്യം നമ്മളെ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാണ്. സാധാരണമായിരിക്കുള്ള നമ്മളെ പ്ലം കേക്ക്, അതേമാതിരി ഐറിഷ് പ്ലം, റിച്ച് പ്ലം, സെലിബ്രേഷൻ, പിന്നെ ടീ കേക്ക്, മാർബിൾ കേക്ക്, ഡേറ്റ്സ് ആൻഡ് ക്യാരറ്റ്, പിന്നെ നമ്മളുടെ സ്പെഷ്യൽ കേക്കുകളാണ് ഫഡ്ജ് എന്നൊരു കേക്ക് ഉണ്ട്. അതുപോലെ ഗീ കേക്ക് എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മുടെ സ്പെഷ്യൽ കേക്കാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് ക്രിസ്മസ് അടുപ്പിച്ച് എല്ലാ ഔട്ട്ലെറ്റുകളും വണ്ടൂരുള്ള പണ്ടിക്കാട് റോഡുമേലുള്ള ഇന്ത്യൻ ബേക്സ്, നടുവത്ത് ഇന്ത്യൻ ബേക്സ്, മലപ്പുറത്ത് നമ്മളെ സ്ഥാപനം തന്നെയായ കസാമിയ പൂക്കോട്ടുംപാടം, കാളികാവില് കസാമിയയിലും ഒക്കെ ഈ കേക്ക് അവൈലബിൾ ആണ്. ക്രിസ്മസ് അടുപ്പിച്ച എല്ലാ സാധനങ്ങളും, എല്ലാ ഐറ്റം കേക്കുകളും ക്രിസ്മസ് അടുപ്പിച്ച് നമ്മളെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഉണ്ടാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ കേക്ക് നിർമ്മാണത്തിന് നേരം വഴുകുന്നത് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ചില ആളുകൾ എന്താ ഇത്ര വഴുകി ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഇതിലൊരു മായങ്ങളും ചേർക്കാത്തതിനെ കൊണ്ടാണ് ഇത് നമ്മൾ ലാസ്റ്റ് സമയത്ത് ഇത് ചെയ്യാനുള്ളത്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഫ്രൂട്ടുകളാണെങ്കിലും എല്ലാ ഐറ്റംസുകളാണെങ്കിലും നമ്മളത് ഒറിജിനൽ സാധനങ്ങൾ വെച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ കേക്ക് ലാസ്റ്റ് സമയത്തേക്ക് നമ്മൾ ഈ കേക്ക് നിർമ്മാണം നമ്മളത് ആരംഭിക്കുന്നത്. അതാണ് ഇന്ത്യൻ ബേക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാർബിൾ കേക്ക്, റിച്ച് പ്ലം, ഐറിഷ് പ്ലം, ഡേറ്റ്സ്, ക്യാരറ്റ് തുടങ്ങി നിരവധി കേക്കുകൾ ഉണ്ടെങ്കിലും
ക്രിസ്മസ് കേക്ക് എന്നാൽ പ്ലം കേക്കാണ്. നെയ്യും ക്യാരമലും വിവിധ ഇനം പഴങ്ങളും ചേർത്തുണ്ടാക്കുന്ന വെറൈറ്റി ഫഡ്ജ് കേക്കുകളും നട്ടി ബൊനാൻസ കേക്കുകളും ഇന്ത്യൻ ബേക്സിന്റെ മാത്രം പ്രത്യേകതയാണ്. ബിസിനസ് ഡെസ്ക്, W Vision News.